പുണ്യം നിറഞ്ഞ രാമായണ മാസത്തിൽ ഈ വർഷവും ഞങ്ങൾ തൃശ്ശൂർ നാലമ്പലം കാണാനായി ഇറങ്ങിത്തിരിച്ചു. അമ്മായിടൊക്കെ എല്ലാവരും വീഡിയോ എടുക്കണ്ടാ, യൂട്യൂബിൽ കയറ്റാനാണ്. വിചാരിച്ച് ഉറങ്ങണ്ടാ? ഇവിടെ നോക്കി ശ്രീജേജി, അടുത്ത കൊല്ലത്തെടുത്ത് നോക്കിയാൽ മതിയല്ലോ. കഴിഞ്ഞാൽ ആരൊക്കെ കൊണ്ടുപോയി ഇത് ആദ്യം അവരൊക്കെ വിളിക്കാം. ചേച്ചി ചിരിക്കേ. പ്രേം ചേച്ചി പിന്നെ ഭജനയിലാണ്. വൈക്കല്യാണ്ടാണ് കേൾക്കാത്തത്. ഇത്ര തന്നെ കേൾക്കുള്ളൂ. ഇതിലുണ്ടെങ്കിൽ മതി. ബുദ്ധിയുള്ളവർക്കേ എത്ര കേൾക്കുള്ളൂ. അല്ല, ഇതിലുണ്ടെങ്കിൽ മതി. നിങ്ങളല്ല ആരും ഇതിൽ തിരക്കല്ലേന്നും. അങ്ങനെ എൻ്റെ മാതൃസമിതി കൂട്ടായ്മയുമായി ഞങ്ങൾ ഈ വർഷവും നാലമ്പല യാത്ര ആരംഭിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. പുരുഷനായുള്ള നിന്നെ മോഹിച്ചു വന്നവളാണ്. ഒത്ത പുരുഷനായുള്ള നിന്നെ മോഹിച്ചു വന്നവളാണ്. രാമ ഹരേ ജയ രാമ, രഘുരാമ ഹരേ ജയ രാമ, രാമ ഹരേ ജയ രാമ, രഘുരാമ ഹരേ ജയ രാമ. മോഹമെനിക്കുണ്ടു രാമ, നിന്നെ ലീലകൾ ചെയ്യണമെന്ന്. മോഹമെനിക്കുണ്ടു രാമ, നിന്നെ ലീലകൾ ചെയ്യണമെന്ന്. രാമ ഹരേ ജയ രാമ, രഘുരാമ ഹരേ ജയ രാമ, രാമ ഹരേ ജയ രാമ, രഘുരാമ ഹരേ ജയ രാമ. തൊട്ടുപുണരുവാൻ മോഹം, പക്ഷേ തൊട്ടുടേനിക്കൊട്ടും പാലേ. ഇതയ വേണ്ടവനാണ് ഞാനുമേഘപത്നി വ്രതൻ രാമൻ. ഗൗരീശം പരമാത്മാനന്ദം ഗൗരീശം ആസുരലോചന ശ്രീകണ്ഠ ഭസ്മധര ജയ ശ്രീകണ്ഠ. ആസുരലോചന ശ്രീകണ്ഠ ഭസ്മധര ജയ ശ്രീകണ്ഠ. ആസുരലോചന ഭസ്മധര ജയ ഗംഗാധര ജയ ശ്രീകണ്ഠ. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ആസുരലോചന ശ്രീകണ്ഠ ഭസ്മധര ജയ ശ്രീകണ്ഠ. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ആസുരലോചന ഭസ്മധര ജയ ഗംഗാധര ജയ ശ്രീകണ്ഠ. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ഗംഗാധര ജയ ശ്രീകണ്ഠ ഗൗരീ വല്ലഭ ശ്രീകണ്ഠ. ഗംഗാധര ജയ ഗൗരീ വല്ലഭ നാഗധര ജയ ശ്രീകണ്ഠ. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. തിരുജട തന്നിലൊളിക്കും ഗംഗയ കണ്ടു നമിപ്പുവദാനന്ദം. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ആസുരലോചന ശ്രീകണ്ഠ ഭസ്മധര ജയ ശ്രീകണ്ഠ. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. തിരുജട തന്നിലൊളിക്കും ഗംഗയ കണ്ടു നമിപ്പുവദാനന്ദം. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ഭസ്മമണിഞ്ഞൊരു നെറ്റിയിലഗ്നിയ കണ്ടു നമിപ്പുവദാനന്ദം. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. ഗളമതിൽ നിന്നും പന്നഗരാജന കണ്ടു നമിപ്പുവദാനന്ദം. പരമാനന്ദം ഗൗരീശം പരമാനന്ദം ഗൗരീശം. പരമാനന്ദം 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 ഗൗരീശം. പരമാനന്ദം 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 ഗൗരീശം. ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം
കേശവ ഹരി കേശവ ഹരി ഗോവിന്ദ ഓം നമോ നാരായണ ഓം നമോ നാരായണ നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ സകല രൂപരൂപനായ സകല ദേവദേവനായ സകല ലോകനാഥനായ വാസുദേവനേ സകല രൂപരൂപനായ സകല ദേവദേവനായ സകല ലോകനാഥനായ വാസുദേവനേ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ നാമമന്ത്ര ജപമുണർന്നു മനമതില്ലലിഞ്ഞു ചേർന്നു സകല പാപമോക്ഷമേകും വാസുദേവനേ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ. അങ്ങനെ പുലർച്ചെ 4 മണിക്ക് മുമ്പ് പുറപ്പെട്ട ഞങ്ങൾ 5:30 തൃശ്ശൂർ തൃപ്രയാറുള്ള രാമസ്വാമി ക്ഷേത്രത്തിലെത്തി. ഭജനയും കീർത്തനങ്ങളുമെല്ലാമായി വളരെ വേഗം അങ്ങോട്ട് എത്തിയതുപോലെ തോന്നി. ഇത്തവണ നേരത്തെ എത്തിയതുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടാകില്ല എന്ന ഒരു സന്തോഷം കൂടി മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് എല്ലാവരും ചെരുപ്പ് ഊരിയിടാതെയാണ് പുറത്തിറങ്ങിയത് എന്ന് മനസ്സിലായത്. അത് മനസ്സിലായതോടുകൂടി എല്ലാവരും തിരിച്ചു വന്നു ഉള്ളിലേക്ക് തന്നെ കയറാൻ തുടങ്ങി. തീർത്ഥാടനത്തിന് പോകുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ഒരു വിഷമം തന്നെയാവും മനസ്സിൽ. ആ പുണ്യയാത്രയുടെ സുഖം എല്ലാം അങ്ങോട്ട് പോയി പോകും. അതോർത്താണ് എല്ലാവരോടും ചെരുപ്പ് വാനിനുള്ളിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചത്. എല്ലാവരും തിരിച്ചു വന്നു. അവനവൻ്റെ ചെരുപ്പെല്ലാം ഊരി വണ്ടിക്കുള്ളിലേക്കു തന്നെ വെച്ച് വീണ്ടും ഞങ്ങൾ ധൃതി വെച്ച് മുന്നിൽ നടക്കാൻ രാജനെ ഏൽപ്പിച്ചു. പിറകിൽ ഞാനും. അങ്ങനെ രാമായണ മാസാചരണം നടത്തുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൃപ്രയാറിൽ ഞങ്ങളെത്തി. കഴിഞ്ഞ വർഷം ഇവിടെ നിന്നെല്ലാം വളരെ പിറകിലാണ് ഞങ്ങൾക്ക് ക്യൂ കിട്ടിയത്. ഈ വർഷം നേരെ നടന്ന് അങ്ങോട്ട് പോയി. മുകളിൽ പന്തൽ വിധാന കമ്മിറ്റിക്കാർ വളരെ മനോഹരമായി പന്തൽ അലങ്കരിച്ചു വെച്ചിരുന്നു. ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമാണെങ്കിലോ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടും വർണ്ണാഭമായ പല നിറത്തിലുള്ള പ്രകാശങ്ങളെ കൊണ്ടും വളരെ മനോഹരമായി അലങ്കരിച്ചു വെച്ചിരുന്നു. ഞങ്ങളും ക്യൂവിൽ സ്ഥാനം പിടിച്ച് അവിടെ ഇരുന്നു. അകത്തെത്തിയപ്പോൾ ഭഗവാൻ ആനപ്പുറത്തേറി എഴുന്നള്ളി ശീവേലി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശീവേലി കണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ വിഗ്രഹവും തൊഴുത് സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആ തിരുനടയിൽ അങ്ങനെ നിന്നു. ഞങ്ങൾ 4-5 പേർ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്തായിരുന്നു ശീവേലിക്ക് വേണ്ടി ഭഗവാൻ തിരുനടയിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളി വന്നത്. സന്തോഷത്തോടു കൂടി അത് കണ്ടു.
പടിഞ്ഞാറ് നടയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പടിഞ്ഞാറ് നടയിൽ പോലീസ് ചെക്ക് പോസ്റ്റും പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കാൻ ദേവരെ ദർശിച്ച് നമുക്ക് ക്ഷേത്രത്തിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. തൃപ്രയാറപ്പനെ കാണാൻ വരുമ്പോൾ ആദ്യം ഈ തിരുനടയിൽ വന്ന് ഹനുമാനെ തൊഴണം എന്നാണ് സങ്കല്പം. പക്ഷേ നേരിട്ട് ക്യൂവിൽ കയറുന്നത് കൊണ്ട് പലർക്കും അതിന് സാധിക്കാറില്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ ക്യൂവിൽ നിന്നും പുറത്തിറങ്ങി സുഖമായി ഹനുമാനെ ദർശിച്ച് തൊഴുതു. ശേഷം അപ്പുറത്തുള്ള മീനൂട്ടും കണ്ടു. മീനൂട്ട് കാണുന്നതിനിടയിൽ വലിയ വലിയ മീനുകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. കുളത്തിലാണെങ്കിൽ ഇതിന് വലിയ അത്ഭുതം തോന്നില്ല. പക്ഷേ ഇത് പുഴയിലാണ് ഇത്രയും വലിയ മീനുകളെ ഞങ്ങൾ കണ്ടത്. വിശാലമായ പുഴക്കരയിലും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. മീനൂട്ടിനാണ് എന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഒഴുകി വരുന്ന രാമനാമ സങ്കീർത്തനങ്ങളും കേട്ട് ആ പുഴയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ നല്ല സുഖം തോന്നി. ആ സമയത്താണ് കൂടെ വന്ന മറ്റുള്ളവരെക്കുറിച്ച് ഓർമ്മ വന്ന് തിരിച്ചു നടന്നത്. സൂക്ഷിക്കുക. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ക്ഷേത്രത്തിനകത്ത് മൊബൈൽ കൗണ്ടർ ലഭിക്കുന്നതാണ്. ശ്രീരാമ ഭക്തരിൽ മുക്തിയോഗം നേടി കർമ്മവീരത്തിനാൽ നിർമ്മലനാം നിത്യജന്മജാലി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വാഗതം.
ഒരുത്തി വേണം അതിനിവളുണ്ടെനിക്കിപ്പോൾ, ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനെ ഭരിച്ചുകൊള്ളുന്നവനെ സംശയമെനിക്കെന്നിനിക്കാലെ കളഞ്ഞിടാതെ ചെല്ലുക. കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലതേജസ്സോടും ലക്ഷ്മണാന്തിയെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ. പിന്നിലേതുമൊരു കാംക്ഷയെന്നറിയനെ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ പോയത് കൂടൽമാണിക്യസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു. വിശാലമായ കുളം ചുറ്റി ഞങ്ങളങ്ങനെ നടന്നു. മീന് സുന്ദരമായ പെയിൻറ്റിങ്ങും കണ്ട് ഞങ്ങൾ ക്ഷേത്ര ഇടനാഴിയിലൂടെ പുറത്തു കടന്നു. ധാരാളം പൂക്കൾ ഉപയോഗിച്ച് സമൃദ്ധമായി ക്ഷേത്ര പരിസരങ്ങളെല്ലാം അലങ്കരിച്ചിരുന്നു. കൂടെയുള്ളവരുടെ ക്ഷീണം മാറാൻ വേണ്ടി ഞങ്ങൾ ആൽമരത്തണലിൽ കയറിയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വന്നവരുടെ എല്ലാം വീഡിയോ പകർത്തി. ഞാനും ഓടിപ്പോയി അവിടെ നിന്നു ആരുടെയോ കയ്യിൽ ഫോൺ കൊടുത്ത് വീഡിയോ പകർത്തി. കൂടെയുള്ള ചിലർ കുത്താമ്പുള്ളി വസ്ത്രങ്ങൾ കണ്ട് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞ് അവ വാങ്ങിക്കാൻ പോയി. ആ സമയത്ത് പണ്ടുകാലത്ത് കുട്ടിയാകുമ്പോൾ ഈ വക കടകളിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ആ നിമിഷങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ അതും കണ്ട് ആ ക്ഷേത്രങ്ങളിലെ അലങ്കാരങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി. പണ്ടാണെങ്കിൽ പല സാധനങ്ങളും വാങ്ങിക്കൂട്ടാനായിരുന്നു തിടുക്കം.
ഇപ്പോൾ അതിനോടൊന്നും ഒരു താല്പര്യമേ തോന്നുന്നില്ല. പക്ഷേ ഒരു കടയിൽ ഒന്നിച്ച് തൂക്കി വെച്ചിരിക്കുന്ന മാലയും കമ്മലും എല്ലാം ഏതായാലും പുറത്തു വന്നു. നാലമ്പല തീർത്ഥാടകർക്ക് സ്വാഗതമരുളിയിരിക്കുന്നു. ആ നടപ്പന്തൽ മുഴുവനായും പുഷ്പാലങ്കാരം കണ്ട് അവയെ കൂടി വരാൻ സാധിക്കാത്തവർക്ക് കാണിക്കാലോ എന്ന് കരുതി വീഡിയോ ശ്രമിച്ചു. അന്ന് കർക്കിടകം 2 അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷത്തെ പോലെ തിരക്ക് ഉണ്ടായിരുന്നു. അതോ ഇനി ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല സൗകര്യപ്രദമായി എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ ഒരു ക്യൂ നിൽക്കാതെ സുഖമായി തൊഴുതിറങ്ങി. ഞാൻ വീഡിയോ എടുത്തു വന്നപ്പോഴേക്കും കൂടെയുള്ളവർ പലതരത്തിലുള്ള കച്ചവടം നടത്തിയിരുന്നു. നല്ല ഭംഗിയുള്ള ആലിൻ ചുവട്ടിൽ ചിലർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെയും നോക്കി ഞാൻ എൻ്റെ ക്യാമറ പകർത്തലുമായി ആ പരിസരത്തൂടെ നടന്നു. കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല നട്ടുച്ചയായിരുന്നു. റോഡിലായിരുന്നു ക്യൂ. പലർക്കും ഇനി വെയിലത്ത് ക്യൂ നിൽക്കാൻ വയ്യ, നമുക്കടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നാൽ അവിടെ അടച്ചു കാണും, ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവരെ അവിടെ വെയിലത്ത് ക്യൂ നിർത്തിച്ചു. വെയിൽ കൊള്ളാൻ വയ്യാത്തവരെ എല്ലാം പോലീസ് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ തവണ പോയത്. പക്ഷേ ഇത്തവണ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാതെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഓരോ ക്ഷേത്രത്തിലും ഒരു തിരക്കുമില്ലാതെ സുഖമായി കയറി ദർശനം നടത്തി അവർക്കാവശ്യമായ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സാവകാശം അടുത്ത ക്ഷേത്രത്തിലേക്ക് നടന്നു. വീട്ടിൽ കുഞ്ഞുങ്ങൾ കാത്തിരിക്കാനുള്ളവർ വീണ്ടും കടകളിലേക്ക് നോക്കി. അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ സമയം കൊടുത്തില്ലെങ്കിൽ അതൊരു സങ്കടമാവും എന്ന് കരുതി എല്ലാവരോടും പോയി വേണ്ടതെല്ലാം വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ കടകളെ നോക്കി അങ്ങനെ അവിടുത്തെ ഓരോ സാധനങ്ങളും നോക്കി അങ്ങനെ നിൽക്കാൻ നല്ല രസം തോന്നി. ചില കുട്ടികൾ വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തു, എനിക്കും അങ്ങനെ ഒരു പ്രായം ഉണ്ടായിരുന്നു. കടയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച ഒരു പ്രായം. അങ്ങനെ ഞങ്ങൾ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തി. ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിലും തൊഴുതിറങ്ങാം എന്ന് കരുതി. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായി വേഗം തൊഴുതു വന്നു. പക്ഷേ കഞ്ഞിക്ക് കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. എങ്കിലും എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. നല്ല ചൂടുള്ള കഞ്ഞി, അതിലേക്ക് വിഭവങ്ങളും ഉണ്ടായിരുന്നു. കൈ കഴുകി ഇറങ്ങി നടന്നപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കലാകാരൻ വരച്ച് ഭംഗിയാക്കി വെച്ചിരുന്ന ഒരു ചിത്രം അവിടെ കണ്ടു. അന്ന് ഇത് കളർ ചോക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരുന്നു. അതെല്ലാം മഴയത്ത് ഒഴുകിപ്പോയിരുന്നു. സുന്ദരമായ ക്ഷേത്ര ഗോപുരത്തെയും മേഘങ്ങളെയും നോക്കി കൂടെയുള്ളവർ കഞ്ഞി കുടിച്ച് സന്തോഷത്തോടു കൂടി നടക്കുന്നതും നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. കച്ചവടം ഇവിടെയും പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. സാധാരണ ഉച്ചയ്ക്ക് 2 മണിക്കൂറോളം അടച്ചിടാറുള്ള ആ ക്ഷേത്രം അന്ന് 10 മിനിറ്റ് മാത്രമാണ് അടച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ക്യൂവിൽ കയറി ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുതിറങ്ങിയതും അനൗൺസ്മെൻറ്റ് വന്നു. 3:45 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 4:30 ഇനി തുറക്കൂ എന്ന്. ഭാഗ്യം എന്നു കരുതി ഞങ്ങൾ ക്ഷേത്രത്തിന് പിറകുവശത്തുള്ള മീനൂട്ടുള്ള കുളത്തിലേക്ക് നടന്നു. പണ്ടൊക്കെ നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് 4 ക്ഷേത്രങ്ങളും തൊഴുത് കഴിഞ്ഞ് വീണ്ടും രാമക്ഷേത്രത്തിൽ വന്ന് തൊഴുത് തിരികെ പോരുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കായതിനാൽ പലർക്കും അതിന് സാധിക്കാറില്ല.
കൂടെയുള്ളവർ വരുന്നതിനു വേണ്ടി പലരും കസേര നിരത്തി അവിടെ ഇരുന്നു. ആ സമയത്ത് അവിടുത്തെ വഴിപാട് വിവരങ്ങളുടെ പട്ടികയെല്ലാം ഞാൻ പകർത്തി. ഇവിടെ വലിയ മീനുകളുണ്ട് അല്ലേ? അവിടെ അതിലും വലിയ കൊല്ലം കൂടി അരിയായിരുന്നു. നമുക്കിപ്പോ എന്തായാലും കുഴപ്പമില്ല. എന്താ ഇങ്ങനെ വെട്ടിയെടുക്കാൻ അവർക്ക് പറ്റി. അരിയാകുമ്പോ താണ് പോരാ. അതെ, എന്താണ് അവർക്ക് സുഖം. ഇതും അങ്ങനെ ഹിന്ദു ആ വലിയ മീനാക്കാൻ പോകും. സന്തോഷായി. ഒരു വെള്ള കളറുണ്ടായിരുന്നു. ക്ഷേത്രകുളത്തിലെ മീനുകളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും തിരുനടയിലേക്ക് തന്നെ വന്നു. അവിടെ തെളിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കും പറനിറയ്ക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തി. 4 ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും ചെറുത് ഈ ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ ആ തിരുനട അലങ്കാരം മറ്റെല്ലാ ക്ഷേത്രങ്ങളെക്കാളും വളരെ മനോഹരമായിരുന്നു. ആ തിരുനടയുടെ വാതിൽ വളരെ ഭംഗിയായി പണിതു വെച്ചിരുന്നു. എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ആകർഷണം നമുക്ക് ഈ പായമ്മൽ ക്ഷേത്രത്തിനോട് തോന്നും. ചെറുതാകുമ്പോൾ നാലമ്പല ദർശനം കഴിഞ്ഞ് എന്നും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയും തോന്നിയിരുന്നു. കാരണം 4 ക്ഷേത്രങ്ങളും കഴിഞ്ഞെത്തുമ്പോഴേക്കും നല്ല നട്ടുച്ചയാകും. വിശപ്പങ്ങനെ ആവോളം കത്തി കയറുന്ന സമയത്താണ് അമ്മ ഈ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരിക. അങ്ങനെ രുചിയോടെ കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ രുചി നാവിലേക്ക് വീണ്ടും വന്നപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വലിയ ഒരു ആൽവൃക്ഷം അവിടെ നിന്നിരുന്നതിൻ്റെ ഫോട്ടോയും പകർത്തി. അതിനിടയ്ക്ക് ആർക്കോ ഒരു ആഭരണം വീണ് കിട്ടിയെന്നും അത് സ്വർണ്ണമല്ല, അല്ല സ്വർണ്ണമാണ് എന്നും ഒരു സംസാരം അതിനിടയ്ക്ക് നടന്നു. ഞാനതൊന്നും അത്ര ശ്രദ്ധിക്കാതെ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നു. ഓരോരുത്തരായി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞങ്ങൾ ആൽച്ചുവട്ടിൽ അവരെ കാത്തുനിന്നു. ആ സമയത്ത് പലരും പല സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി കടകളിലേക്ക് കയറി. ആർക്കൊക്കെയോ അവിടെ നിന്നും പ്രസാദം കിട്ടിയിരുന്നു. ഞാനതിൽ നിന്നും ഇത്തിരി പായസം വാങ്ങിക്കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വാഹനത്തിൻ്റെ ആളെ വിളിച്ചു. അദ്ദേഹം സ്റ്റാൻഡിലുണ്ടെന്നും അങ്ങോട്ട് നടന്ന് ചെല്ലാനും പറഞ്ഞു. അതോടുകൂടി പായമ്മൽ ശത്രുഘ്നസ്വാമിയെ ഒന്നുകൂടി മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു നടന്നു. ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷവും വരാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട പല കർമ്മങ്ങളും ധാർമ്മികമായി ചെയ്യേണ്ടതിനെ നമ്മളെ അതിൽ നിന്നും മാറ്റി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നത് ഈ മാരീചനും സുബാഹുവിനെ പോലെയുള്ള വൈകാരികതയാണ്. നമ്മൾ പറയാല്ലേ, ശരി തന്നെയാണ്, ചെയ്യേണ്ടത് അങ്ങനെയാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയാണ് എൻ്റെ മനസ്സ്, അങ്ങനെയല്ലേ. നമ്മൾ പലതും ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ചെയ്യണത് ശരിയല്ല എന്നറിയാം, പക്ഷെ ചെയ്യും, നമ്മളൊക്കെ ചെയ്യും, ശരിയല്ലേ. ഡയബറ്റിക് ആണ്,
അങ്ങനെ 4 ക്ഷേത്രങ്ങളും തൊഴുത് വീണ്ടും ഞങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി. അങ്ങനെ നാലമ്പല ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ ഇത്തിരി സമയം ഉല്ലസിക്കാൻ തീരുമാനിച്ചു. അടുത്തുള്ള ചാവക്കാട് ബീച്ചിൽ പോയി. അവിടെ ചെറിയൊരു പാർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി കടലിലേക്ക് ഇറങ്ങി. കടലിലേക്ക് ഇറങ്ങിയവർ സെൽഫി എടുക്കാനും മറ്റും തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ മടിച്ച് 3 പേർ ആ ഉയരത്ത് തന്നെ നിന്ന് കാഴ്ച കണ്ട് രസിക്കുകയായിരുന്നു. പോരാ. മഴ വരുന്നത് കണ്ടതോടെ എല്ലാവരും ഓടി വന്ന് ട്രാവലറിൽ കയറി. പിന്നെ എല്ലാവരും ചേർന്ന് ഒരു നൃത്തമായിരുന്നു. പലതരം പാട്ടുകൾ വെച്ച് ആ പാട്ടുകൾക്കൊത്ത് ചുവടും താളവുമായി ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. ഒരു ക്ഷീണവും ആർക്കും തോന്നിയില്ല. എല്ലാവരും ഇരുന്ന് രസിച്ചു. എഴുന്നേറ്റ് നിന്ന് കളിക്കാൻ കഴിയാത്തവരെല്ലാം സീറ്റിലിരുന്ന് മാനസികമായി കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവരെ രസിപ്പിക്കാൻ വേണ്ടി തന്നെ ചെറുതായി ഞങ്ങളങ്ങനെ ആടി തുള്ളി രസിച്ച്. എന്നും ഇങ്ങനെയാണ്. നാലമ്പല യാത്ര അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സഹസ്രനാമവും ഭജനയും ഒക്കെ ആയി കൂടും. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു ഉല്ലാസയാത്രയാണത്. അതിനു വേണ്ടി കൂടിയാണ് എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളൊരു യാത്ര പോകണം എന്ന് പറയുന്നത്. വീടും വീടിൻ്റെ പ്രാരാബ്ധങ്ങളും ജോലിയും ജോലി സ്ഥലത്തെ തിരക്കുമെല്ലാമായി വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു ജീവിതമാണ് പല സ്ത്രീകളുടേതും. പ്രത്യേകിച്ചും എൻ്റെ മാതൃസമിതിയിൽ പലർക്കും കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെല്ലാം മറന്ന് ഇത്തിരി സമയം മനസ്സ് തുറന്ന് ചിരിക്കാൻ, അവരെ ചിരിപ്പിക്കാൻ അതിന് കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവരും ചിരിച്ച് ആടി തിമർത്തു. ഞാനും അവരുടെ കൂടെ അങ്ങ് കൂടിക്കൊടുത്തു. ഇതെല്ലാം ക്യാമറ കണ്ണുകളിൽ പകർത്താൻ ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു ആൺതരിയായ രാജൻ PC യെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അത് സുന്ദരമായി തന്നെ നിറവേറ്റി തന്നു.
ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ടീച്ചർ കണ്ടൻറ് ഉണ്ടാക്കുകയാണോ എന്ന്. അവർക്കെല്ലാം അറിയാം ഇത് യൂട്യൂബിലൂടെ ഇനിയും വരും, എന്നേക്കും ഈ യാത്ര നമുക്ക് ഇതിൽ കണ്ട് എന്നും രസിക്കാം എന്ന്. അങ്ങനെ പാട്ടുകൾ മാറി മാറി വന്നു. അതിൽ പല പാട്ടുകളും കയറി വന്നു. അതെല്ലാം എല്ലാവരും ആസ്വദിച്ചു. ഒരു വേദനയും ആർക്കും തോന്നിയില്ല. രാവിലെ 3:30 മണിക്ക് ട്രാവലറിൽ കയറിയിരുന്നതാണ്. രാത്രി ആയി തുടങ്ങി. അങ്ങനെ യാത്ര മുന്നോട്ട്. അതിനിടയ്ക്ക് ഇനിയും ഒരു 4 യാത്ര കൂടി പോകുന്നതിനുള്ള പ്ലാനുകളും ഞങ്ങൾ നടത്തി. അടുത്തത് രാമപുരത്തേക്കാവട്ടെ എന്നും അവിടെയുള്ള പൂന്താനം ഇല്ലവും ക്ഷേത്രവും സന്ദർശിക്കാമെന്നുമെല്ലാം ഞങ്ങൾ തീർച്ചയാക്കി. ആ വർത്തമാനങ്ങൾക്കിടയിലും പലരും കളിക്കുന്നുണ്ടായിരുന്നു. രസിച്ച് കളിച്ച് ആടിത്തിമിർത്ത് ഞങ്ങൾ യാത്ര ഉല്ലാസയാത്രയാക്കി മാറ്റി. സ്കൂൾ കാലഘട്ടത്തിൽ ജ്യോതി ചേച്ചി നന്നായി ഡാൻസ് കളിച്ചിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരുടെയും അടുത്ത് വന്ന് അവരുടെ എല്ലാം കൂടെ നിന്നും ഇരുന്നും അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. പേരായി നിന്നുകൊടുത്ത് എല്ലാവരും സഹകരിച്ചു. അടുത്തത് വിജയെടുത്തിയുടെ ഊഴമായിരുന്നു. വിജയെടുത്തി എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെയും കൂടെ, എല്ലാ വർഷവും അവർ നൃത്തം ചെയ്യാറുണ്ട്. ഈ വർഷം ചെയ്യുമോ ഇല്ലയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇത്തിരി അസുഖമൊക്കെ മാറി വന്നതാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ഡാൻസ് ചെയ്തു. അതിനിടയിൽ ഞങ്ങൾ അടുത്ത ഡാൻസിനുള്ള പാട്ട് സെലക്ട് ചെയ്തു. ജ്യോതി ഏതായാലും ഏതെങ്കിലും ഒക്കെ പഠിച്ചു വരും എന്നെനിക്ക് അറിയാമായിരുന്നു. ആ പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞ് ഞാൻ മുന്നിലേക്ക് പോയി. ശേഷം അവരുടെ കൂടെ ഒന്ന് കൂടി കൊടുത്തു. കാരണം അവർ സ്കൂളിൽ ഒരു സ്റ്റേജിൽ എങ്ങനെയാണോ ഡാൻസ് ചെയ്യുക അതുപോലെ പഠിച്ചു വന്ന് അത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആടി തിമിർത്തു. ഞാനും ഒന്ന് കൊഴുപ്പിക്കാം എന്ന് കരുതി കൂടി കൊടുത്തു. അങ്ങനെ മനസ്സും ശരീരവും സന്തോഷം കൊണ്ട് തുടിച്ച നിമിഷങ്ങൾ. ഞങ്ങൾ എല്ലാം മറന്ന് നൃത്തമാടി. ട്രാവലറിൽ ഞങ്ങൾക്ക് ശരിക്കും സ്ഥലം മതിയാവുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കും ബ്ലോക്കും വരുമ്പോഴെല്ലാം ഞങ്ങളുടെ ചുവടുകൾ തെറ്റി, താളം പിഴച്ചു. പക്ഷേ എല്ലാവരും ഒരേ മനസ്സോടെ സന്തോഷിച്ചു, രസിച്ചു, ഉല്ലസിച്ചു കൊണ്ടിരുന്നു. അടുത്ത വർഷമാവട്ടെ നന്നായി ഡാൻസ് ചെയ്യുന്നവർക്കെല്ലാം, പ്രത്യേകിച്ചും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഡാൻസ് പഠിച്ചു വരുന്നവർക്കെല്ലാം ഒരു സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ചെറിയ ചെറിയ സമ്മാനങ്ങളും അപ്രീസിയേഷനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഗുരുപൂർണിമയ്ക്ക് കുട്ടികളുടെ മുന്നിലിരുന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെ സംവദിക്കുമ്പോൾ മനസ്സിൽ തോന്നി, ഒരു പാക്ക് മിഠായിയെങ്കിലും കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സ് നിറയെ വിചാരം ഇത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണം എന്നത് മാത്രമായിരുന്നു. കടകളൊന്നും കണ്ണിൽ കണ്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ അങ്ങനെ ഇരുന്ന് അവരോരോ കാര്യങ്ങൾക്ക് ഉത്തരം വിളിച്ച് പറയുമ്പോൾ ശരിക്കും കൊതിച്ചു പോയി. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ജ്യോതി ചേച്ചിയും നന്നായി കളിക്കുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷവും അവർ പഠിച്ചു വന്ന ഡാൻസുകൾക്ക്, പാട്ടുകൾക്ക് എല്ലാം ചേർത്ത് 3ാമത്തെ വർഷമാവട്ടെ അല്ലേ, നല്ല ഒരു സമ്മാനം കൊടുക്കണം എന്ന് തീരുമാനിച്ചു. കളി മുറുകി വന്നപ്പോൾ ഞാൻ മുന്നിലേക്ക് വന്നു. ഡ്രൈവറോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ആ സമയം കൊണ്ട് വിജയെടുത്തി അവരുടെ അടുത്ത് എത്തി. കഴിഞ്ഞ വർഷം വിജയെടുത്തിയുടെ പാർട്ട്ണറായിരുന്ന ജാനകി ചേച്ചി ഇത്തവണ എന്തോ ഇടയ്ക്ക് വെച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി അന്ന് ആടി തിമർത്തിരുന്നു. ഏതായാലും ജ്യോതി ചേച്ചിക്ക് കൂട്ടായി വിജയെടുത്തി അവിടെ എത്തി. അതോടുകൂടി ജ്യോതി ചേച്ചി ശരിക്കും സ്കൂൾ സ്റ്റേജിലെ പോലെ തന്നെ നിന്ന് കളിക്കാനും തുടങ്ങി. വിജയെടുത്തി പിന്നെ ഒരു ചിരി കൊടുക്കുകയാണ്. ചെറിയൊരു കാര്യം കണ്ടാൽ മതി ചിരിച്ചു കൊണ്ടേയിരിക്കും. അവരെ പെയറാക്കുമ്പോൾ അത് അവർക്ക് വലിയ സന്തോഷം തോന്നി.
അത് കണ്ട് നിന്ന് രസിച്ച് മറ്റുള്ളവരും ചിരിച്ചു. ഏതായാലും ആ യാത്ര വളരെ ഉല്ലാസപ്രദമായി. എല്ലാവർക്കും അവരുടെ അഭിനയവും ചിരിയും കളിയും എല്ലാം വളരെ രസകരമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാലമ്പല യാത്ര ഇവിടെ സമാപിച്ചു. ഹരേ കൃഷ്ണ.